കഴിഞ്ഞ ദിവസം ഞാനൊരു റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിന് പോവാണ് ഇന്നല്ല 2 ദിവസം മുന്നേ. റെക്കോർഡിങ്ങിന് എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെ ഷൂട്ടിങ്ങിനും ഉണ്ട്. അതിപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ എക്സ്ട്രാ ഇതിൻ്റെ അകത്ത് ഒരാളുള്ളത് ആൻമരിയുടെ അനിയനാണ്. അവനെ ഞാൻ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് പറയായിരുന്നു, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ സാരില്ല, സത്യങ്ങളാണെങ്കിൽ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. കുറേ നേരം ഞങ്ങൾ കത്തിയടിച്ച സമയം കളഞ്ഞു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ മേക്കപ്പ് ഇട്ട സമയം കളഞ്ഞു. പറഞ്ഞു വരുമ്പോൾ ഷൂട്ടിംഗ് വളരെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. റെക്കോർഡിങ്ങിൻ്റെ വീഡിയോയിൽ ലിജോ ചേട്ടനെ തമ്മിൽ വെച്ചത് കൊണ്ടാണ് വീഡിയോ കയറാത്തത് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് തളർത്താൻ നോക്കിയായിരുന്നു. പക്ഷെ പുള്ളി അങ്ങനെയൊന്നും തളർന്നില്ല. ബൈ ആ ഇടയിൽ കണ്ട മൊട്ടത്തല ലിജോ ചേട്ടൻ്റെയാണ്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കയറി അങ്ങ് അഭിനയിക്കാൻ തുടങ്ങി. ഓൾറെഡി റെക്കോർഡിങ് കഴിഞ്ഞ ഒരു പാട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത് പോലെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ശരിക്കും റെക്കോർഡിങ്ങിൽ ഇത്ര ചിരിയൊന്നും കാണത്തില്ല. നമ്മുടെ മുഖം കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒരു കോറസ് പോർഷനും കൂടെ ഉണ്ട്. അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടുന്നതാണ്. അതാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിജോ ചേട്ടൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്. ചേട്ടൻ എടുത്ത വീഡിയോകളാണ് ഇതൊക്കെ. യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിൽ എന്നെ ഭയങ്കര സപ്പോർട്ടാണ്. ആള് മാത്രമല്ല കേട്ടോ, ഇവരെല്ലാവരും തന്നെ എന്നെ ഭയങ്കര മോട്ടിവേഷനായിരുന്നു അവിടുന്ന് വ്ളോഗ് എടുക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെടുത്തൊരു വ്ളോഗായിരുന്നു ഇത്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് ജസ്റ്റിൻ ചേട്ടൻ്റെ സ്റ്റുഡിയോ ആണ്. ഈ പാട്ട് റിലീസാകുമ്പം ഞാൻ പറയാം, എല്ലാവരും പോയി കാണണേ. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്തിട്ട് തിരിച്ചിങ്ങ് പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.